മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടിപ്പറിലൊക്കെ വർക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്ന് വിളിച്ചത് നമുക്കൊന്ന് ഏർവാടി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ വണ്ടി എടുത്ത് ഏർവാടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടായിട്ടുള്ള പുല്ലൂർ, തെന്മല, തെങ്കാശി, തിരുനെൽവേലി ഈ റൂട്ട് തന്നെയാണ് നമ്മൾ ഏർവാടിക്ക് പോകാനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തെന്മലയും തെങ്കാശിയും തിരുനെൽവേലിയൊക്കെ കഴിഞ്ഞിട്ട് ഏർവാടി അടുത്തെത്താറായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ രണ്ട് സൈഡിലുമുള്ള ഈ ഉപ്പുപാടങ്ങൾ. അവിടെ നിന്ന് വിട്ട് ഒരു 8 മണി 8:30 ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഏർവാടിയിലെത്തി. ഉറൂസ് കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ തിരക്കിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റ സ്ട്രെച്ചിന് വന്നതിൻ്റെ ക്ഷീണം നല്ല രീതിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ പള്ളി കാണാനായിട്ട് ഇറങ്ങിയത്. രാവിലെ ഒരു 8 മണി ആയപ്പോഴത്തേക്കും തന്നെ നല്ല വെയിലും അതുപോലെ തന്നെ നല്ല ചൂടും ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒരുപാട് ആൾക്കാർ ഈ ചൂടും വെയിലും ഒന്നും വകവെക്കാതെ പള്ളിയിലും പള്ളിയുടെ കോമ്പൗണ്ടിലും ആയിട്ട് മാറി കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹുവിൻ്റെ മക്കാം എന്ന് പറയുന്നത്. അസുഖങ്ങൾ മാറാനും അതുപോലെ തന്നെ ഈ സന്താന ഭാഗ്യത്തിനൊക്കെ ആയിട്ടാണ് ഇവിടെ ആളുകൾ വന്നു കൂടുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് മുതലെടുക്കാനായിട്ട് ഒരുപാട് ഉഡായിപ്പ് ടീമുകൾ ഈ പള്ളിയിലും പള്ളിയുടെ പരിസരത്തിലായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോകുന്നവരൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഈ പള്ളിയെപ്പറ്റി കൂടുതലായിട്ട് തിരക്കാനൊന്നും പോയിട്ടില്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏർവാടി പോയിട്ടുള്ള വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.